ഒടുവിൽ BCCI അത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ മാറ്റി ശുഭ്മാൻ ഗില്ലിനെ തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഏകദിന 2020 ടീമിനെ BCCI പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് തന്നെയാണ് 2020യുടെ ക്യാപ്റ്റൻ. സഞ്ജു സാംസൺ ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. പക്ഷേ 2020 ടീമിൽ സാംസൺ തുടരും. അഭിഷേക് ശർമ്മയും ഏകദിന ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല. നമുക്ക് ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യയുടെ ഏകദിന 2020 ടീമുകളെ ഒന്ന് പരിശോധിക്കാം. ഏകദിന ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചപ്പോൾ വൈസ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രേയസ് അയ്യരെയാണ്. ഇവരെ കൂടാതെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരും ഉൾപ്പെട്ടപ്പോൾ അക്സർ പട്ടേൽ, KL രാഹുൽ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ഹർഷിത് റാണ, മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ, ധ്രുവ് ജുറേൽ, യശസ്വി ജയ്സ്വാൾ എന്നിവരെയാണ് ഏകദിന ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2020 ടീമിന്റെ ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവിനെ തന്നെ നിലനിർത്തിയപ്പോൾ അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, തിലക് വർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, ശിവം ദുബെ, അക്സർ പട്ടേൽ, ജിതേഷ് ശർമ്മ, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്, ഹർഷിത് റാണ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരും ടീമിൽ ഉൾപ്പെട്ടു. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഏകദിനത്തിലെയും 2020ലെയും ടീമുകൾ.